17 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയുണ്ട് ദില്ലിയിൽ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമാകാതെ സ്വതന്ത്രമായി മത്സരിക്കുന്ന ബൽറാം ബാരി. കെട്ടിവെച്ച കാശ് എല്ലാ തവണയും നഷ്ടപ്പെട്ട ബൽറാം ബാരി ഇത്തവണയെങ്കിലും വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഇത് വെറും ചായയല്ല, തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചേരുവകളും ചേർത്ത നല്ല കടുപ്പത്തിലുള്ള ചായയാണ്. നരേന്ദ്രമോദി ചായ വിൽപ്പനക്കാരനായിരുന്നെന്നും ചായ വിൽപ്പനക്കാരന് എങ്ങനെ പ്രധാനമന്ത്രിയാകാൻ കഴിയുമെന്നുമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ പാർട്ടികളിലെ ചില നേതാക്കളെങ്കിലും പറഞ്ഞിരുന്നത്. ചായക്കൊപ്പം ചർച്ച സംഘടിപ്പിച്ച് ഇതിനെ മറികടന്ന മോദി പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. മോദിയെ പോലെ പ്രശസ്തനല്ലെങ്കിലും ഒരു ചായ വിൽപ്പനക്കാരൻ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാന്ദിനി ചൗക്ക് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. ചായയടി പോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പതിവാക്കിയ 47-കാരനായ ബൽറാം ബാരി. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെയായി ഇതിനോടകം 17 തെരഞ്ഞെടുപ്പുകളിൽ ബാരി സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ ചാന്ദിനി ചൗക്കിലെ വെള്ളം, ഗതാഗത കുരുക്ക് തുടങ്ങി നിരവധി പ്രശ്നങ്ങളുടെ പരിഹാരമാണ് ബാരി മുന്നോട്ട് വയ്ക്കുന്നത്. वादे बड़ी बड़ी पार्टियां करती हैं, लोगों को चुनाव के टाइम में आती हैं, समझबाग दिखाती हैं, वोट लेती हैं और जीतती हैं, फिर गायब हो जाती हैं. हम तो काम करने लड़ते हैं और काम करवाते रहते हैं. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 522 വോട്ട് മാത്രം നേടി കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടിരുന്നു. ചായ കുടിക്കാനെത്തുന്നവരെങ്കിലും വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ബൽറാം ബാരിക്കുള്ളത്. ബാരിക്ക് മുമ്പിൽ വെച്ചെങ്കിലും അവർ അത് സമ്മതിക്കുന്നുമുണ്ട്. ഏതായാലും ജയപരാജയങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ ബൽറാം ബാരി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ധനേഷ് പേരാമംഗലത്തിനൊപ്പം ER രാഗേഷ്, റിപ്പോർട്ടർ, ദില്ലി.